മോളെ അമ്മേനെ ഒന്ന് വിളിക്കോ? അതെ, ഫോൺ എടുക്കായിരുന്നേ. എത്ര പ്രാവശ്യം വിളിച്ചു? വാടക ഉണ്ടാവോ? ചേച്ചി അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ചേച്ചി? ഇപ്പൊ 2 മാസം വാടക നിങ്ങൾ തരാനില്ലേ? ഞാൻ ഈ വീട് വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന് ഓർത്തിരുന്നാന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം, നിങ്ങൾ 3-4 മാസത്തേക്കാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട് വാടകയ്ക്ക് തന്നെ. ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി, എനിക്കും പിള്ളേര് പഠിപ്പിക്കാനൊക്കെ വിടാനുള്ളതല്ലേ. എനിക്ക് പൈസയുടെ ഒരുപാട് ആവശ്യമുണ്ട്. അങ്ങനെ പറയില്ലേ ചേച്ചി. ഞാൻ നിങ്ങളോട് എന്താ പറയണേ? എനിക്കിപ്പം ഒന്ന് ഏട്ടനാണെങ്കിൽ ചോദിക്കൂല, ഏട്ടൻ എന്നോട് ചോദിക്കുന്നു പറയാം. എനിക്കൊരു പരിധിയില്ല നിങ്ങളോട് ചോദിക്കണേലും. ഞാൻ ഫോൺ വിളിച്ചാലാണെങ്കിൽ ചേച്ചിന്ന് എടുക്കുകയില്ല. പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാ? പിള്ളേരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടാ? പിള്ളേർക്ക് അറിയില്ല. ചേച്ചിക്ക് പൈസ ഉണ്ടെങ്കിൽ ചേച്ചി താട്ടെ. ഇനിയിപ്പൊ ഞാൻ എന്നാ പറയാനാ, 1 മാസത്തെങ്കിലും പറ്റുമെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാ കേട്ടാ. വീട്ടിലേക്ക് എത്തിച്ചേക്ക്. വൈകുന്നേരത്തിനുള്ളിൽ തരുമോ? വീട്ടിലോട്ട് എത്തിച്ചേക്കട്ടാ. ആ ശരി, ഞാൻ പോവാ ചേച്ചി. 4500 അല്ലേ? അതെ, ഇക്ക പറയാൻ പറഞ്ഞിട്ടാ, അടുത്ത മാസം മുതൽ 5000 രൂപ ആക്കണം വാടകയെ. അയ്യോ, നമ്മൾ എഗ്രിമെന്റ് ഒക്കെ പുതുക്കാറായിട്ടുണ്ടല്ലോ. അടുത്ത മാസമാണ് എഗ്രിമെന്റ് പുതുക്കണം. അപ്പൊ 5000 രൂപയൊക്കെ കൊടുത്താൽ മതി എന്നാണ് ഇക്ക എന്നോട് പറഞ്ഞേക്കണേ. ഇക്ക ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. അപ്പൊ നമ്മൾ അതുപോലെ സൂക്ഷിച്ചുകൊണ്ട് കിടന്നതാ. ഇപ്പൊ ഇത് കണ്ടില്ലേ, പുല്ലൊക്കെ കയറി നാശകോശമായിട്ടാണ് കിടക്കുന്നത്. ഞാൻ എങ്ങനെ നോക്കിക്കൊണ്ട് കിടന്നാന്നറിയോ? ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വാടകക്കാരും പുല്ലൊക്കെ ചെത്തി വൃത്തിയായിട്ട് ഇട്ടുകൊണ്ട് കിടന്നാ. നിങ്ങൾക്ക് എന്താണ് സമയമില്ലാതുകൊണ്ടാണോ? ചേച്ചി ജോലിക്കൊന്നും പോകണല്ലോ. ഇടയ്ക്കിരിക്കുമ്പോൾ ഈ പുല്ലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞു വിടാല്ലേ. നമ്മൾ താമസിക്കായേ ഏരിയെങ്കിലും ഒന്ന് പുല്ലൊക്കെ ചെത്തി ഒന്ന് വൃത്തിയാക്കി കൂടെ നിങ്ങൾക്ക്? ഇതൊക്കെ പറഞ്ഞു തന്നെ കാര്യമുണ്ടോ ചേച്ചി? ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കുക. മരുന്നൊഴിച്ച് മണ്ണൊക്കെ കേടാക്കല്ലേ കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ വിഷം അടിച്ച് പുല്ലൊക്കെ ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം നട്ട് കഴിഞ്ഞാൽ ഇവിടെ പിടിക്കൂല. അപ്പം നിങ്ങളങ്ങനെ മരുന്നൊന്നും അടിച്ച് പുല്ല് ഉണക്കൊന്നും വേണ്ട. കൈ കൊണ്ട് പറിക്കാൻ പറ്റുമെങ്കിൽ പുല്ലൊക്കെ പറിക്കുക. ഇപ്പം ഞാൻ എന്നെ പറയാനാ, വീടിൻ്റെ കോലം കിടക്കണ ഉണ്ടാ മതി. ഞാൻ പോവാ. ചേച്ചിക്ക് പുല്ലൊന്നും പറിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആളെ വിട്ട് ചെയ്യിപ്പിച്ചോളാം. വേറെ കുഴപ്പമൊന്നുമില്ല വീടിന്. എല്ലാ പണിയും കഴിഞ്ഞ് അടിപൊളിയാക്കിയ വീട് ഞാൻ തന്നത്. ഇവിടെ ടൈലിട്ടിട്ടില്ലാന്നുള്ളൂ, ചാന്ത ഇട്ടേക്കണേന്നുള്ളൂ. അല്ലാണ്ട് ഒരു പ്രശ്നം ഈ വീടിന് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പോവാ ചേച്ചി, വേറെ പണിയുണ്ട്. എന്താ ചേച്ചി വാടക? അയ്യോ, അത് കയ്യിലിരുന്നോട്ടെ. ഇപ്പൊ ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉള്ളത്. എനിക്കിപ്പോ പൈസയുടെ ആവശ്യമില്ല. പൈസ ഉണ്ടാവുമ്പോ തന്നാൽ മതി. ചേച്ചിക്ക് കഴിഞ്ഞ ആഴ്ച ഒന്നും പണിയില്ലായിരുന്നല്ലോ, ഞാൻ അതൊക്കെ അറിഞ്ഞായിരുന്നു. വേണ്ട ചേച്ചി, എനിക്കിപ്പോ വാടകയുടെ ആവശ്യമില്ല. ചേച്ചി അവിടെ കിടന്ന കുഴപ്പമൊന്നുമില്ല. പൈസ ഉള്ള ചേച്ചി കടങ്ങളൊക്കെ തീരട്ടെ. ഇപ്പൊ പിള്ളേര് പഠിക്കാനൊക്കെ പോകുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച ഒന്നും ചേച്ചിക്ക് പണി ഉണ്ടായിരുന്നില്ല. ചേച്ചി ഇപ്പൊ പൈസ കൊണ്ടുപോക്കോ. വീട്ടിൽ പിള്ളേർക്ക് എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് മേടിച്ചു കൊടുക്കുക. എന്നിട്ട് പൈസ ഉണ്ടാവുമ്പോ എനിക്ക് കൊണ്ട് തന്നാൽ മതി. ചേച്ചി ഇവിടെ നാട് വിട്ട് പോകണമെന്നില്ലല്ലോ. അപ്പൊ തന്നാ മതിയേ. പക്ഷെ കൊണ്ടു ചേച്ചി, അതിന്റെ ആവശ്യം ഇപ്പൊ എനിക്ക് ഇല്ല. ശരി എന്നാ. നിങ്ങൾ എന്താ പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് റെന്റിന് ഹോം തന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ എക്സ്ക്യൂസുകളൊന്നും പറയുന്നത് റെന്റ് കൃത്യമായിരിക്കണമെന്ന്. പ്ലീസ്, ഇനഫ്. 1 മന്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയിരിക്കണം. സോ ഇല്ലെങ്കിൽ ഞാൻ പോലീസുകാരെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കും. സോ അതിനുള്ള ഇട വരുത്തരുത്. പ്ലീസ് പോയിക്കോ. എനിക്ക് ഈ മാസം 5-ാം തീയതിക്കുള്ളിൽ വാടക കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഉറപ്പായിട്ടും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടുന്ന് മാറി തന്നേ പറ്റൂ. ഓക്കെ? നിങ്ങൾ എക്സ്ക്യൂസ് പറയാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാണത്തില്ലായിരുന്നു. സോ ഗെറ്റ് ഔട്ട്.